കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായോ എന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടവും വനം വകുപ്പും. ഫോറസ്റ്റ് കൺസർവേറ്റർ മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി ദൃക്സാക്ഷികളുടെ മൊഴിയെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും. ശേഷം പൊതുദർശനം നടത്തും. ദുഃഖസൂചകമായി കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് സംയുക്ത ഹർത്താലാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം, അത് കഴിഞ്ഞ് വിവരങ്ങൾ കേൾക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുഹമ്മദ് ഷഹീദും മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് KV രാഹുലും ഇംതിയാസ് കരീമും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് മുഹമ്മദ് ഷഹീദിലേക്ക് പോകാം. ഷഹീദ്, മരിച്ച 2 സ്ത്രീയുടെയും അമ്മുക്കുട്ടിയുടെയും ലീലയുടെയും അതോടൊപ്പം തന്നെ രാജന്റെയും മൃതദേഹം അവിടെയാണുള്ളത്. അവരെ മൃതദേഹങ്ങൾ എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? ആര്യ, അമ്മുക്കുട്ടി, ലീല, രാജൻ ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവരുടെ മൃതദേഹമുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ 3 പേരുടെയും പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പ്രാഥമികമായും നമുക്ക് ലഭിക്കുന്ന വിവരം മരിച്ചവരുടെ ദേഹമാസകലം പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വലിയ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അതായത് ഈ പരിക്കുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ തിരക്കിനിടയിൽപ്പെട്ടതാണോ, അതല്ല അവിടെയുള്ള ബിൽഡിംഗ്, അവിടെ ഊട്ടുപുര തകർന്നത് അതിനടിയിൽപ്പെട്ട് ഉണ്ടായതാണോ, അതല്ല ഏതെങ്കിലും തരത്തിൽ ആനയുടെ ഭാഗത്തു നിന്ന് ആനയുടെ ചവിട്ടേൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള പരിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ പ്രാഥമികമായും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായപ്പോൾ അതിൽ വലിയ പരിക്കുകൾ ദേഹമാസകലം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ നമ്മൾ തന്നെ കണ്ടിരുന്നു, ലീലയുടെ തലയുടെ ഭാഗത്ത് വലിയ പരിക്കുണ്ട്, സാരമായ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഈ പരിക്കുകളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കാര്യമാണ് ഇനി ഇവിടുന്ന് പരിശോധിക്കാനുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അല്പം മുമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ CCF ഇവിടെ എത്തിയിരുന്നു. അവർ ഇപ്പോൾ ഇവിടെ എത്തി പരിക്കേറ്റ് കിടക്കുന്ന, ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, ADM സ്ഥലത്തുണ്ട്, ഈ പരിശോധനകൾ നടത്തുന്നുണ്ട്. 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 2 പേരുടെ നില അല്പം സാരമുള്ളതാണ്, പരിക്ക് സാരമുള്ളതാണ്. അതേസമയം അവരുടെ ആരോഗ്യസ്ഥിതി അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനോ ഗൗരവത്തിലുള്ളതോ അല്ല. ഈ തുടയെല്ല് പൊട്ടി, കാലിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾ പൊട്ടിയ ഒരു പരിക്ക്, സാരമായ പരിക്ക് അവർക്കുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വിദഗ്ധ ചികിത്സ ഇവിടെ നൽകുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ പരിക്കുകൾ അത്ര സാരമുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ 29ഓളം പേർ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവരെല്ലാം പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് അവിടെ നിന്നും ആശുപത്രി വിടുന്ന സാഹചര്യമുണ്ടായി. 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2 പേരുടേത് മാത്രമാണ് അല്പം സാരമുള്ള പരിക്കുള്ളത്. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ പൂർത്തിയാകും, അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും കൊയിലാണ്ടിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവിടെ മാവിൻചോട് എന്ന സ്ഥലത്ത്, കൊയിലാണ്ടിക്കടുത്തുള്ള മാവിൻചോട് ക്ഷേത്രത്തിന് സമീപമുള്ള ആ അങ്ങാടിയിൽ അവിടെ അല്പസമയത്തിന് ശേഷം സമയം പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. അതിനുശേഷം പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇംതിയാസ് കരീമും അതുപോലെ രാഹുൽ KVയും ചെയ്യുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ അവിടെ മറ്റ് പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെ ഈ അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ആനകൾ ഇടയാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള തുടങ്ങിയ പരിശോധനകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പ്രാഥമികമായി എന്തെങ്കിലും ഇതിനുള്ള കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? രാജീവ്, കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. വനം വകുപ്പ്, റവന്യൂ, പോലീസ് വിഭാഗങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് 2 ആനകളും ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പീതാംബരൻ, ഗോകുൽ എന്നീ പേരുകളിലുള്ള ആനകളാണ്. പീതാംബരൻ ആദ്യം ഗോകുലിനെ കുത്തുന്നു. പിന്നീട് ഗോകുൽ ഈ കെട്ടിടത്തിലേക്ക്, ക്ഷേത്രത്തിൻ്റെ തന്നെ ഓഫീസ് കെട്ടിടമാണ്, അതിലേക്ക് ചെരിയുകയാണ് ഉണ്ടായത്. കെട്ടിടം തകർന്നു. അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ത്രീകളുടെ ദേഹത്തേക്ക് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ വീണു. അങ്ങനെയാണ് കൂടുതൽ പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വനം വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധനയിൽ അവർ പറഞ്ഞത് ആനകൾ തമ്മിൽ മതിയായ അകലമുണ്ടായിരുന്നു, ആനയും ആളുകളും തമ്മിൽ മതിയായ അകലമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. തന്നെയും
വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിക്ക് ശുപാർശ ചെയ്യും എന്നാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ വ്യക്തമാക്കിയത്. ADM ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധന നടത്തിയിരുന്നു. അല്പസമയത്തിനകം സിവിൽ സ്റ്റേഷനിൽ സംയുക്ത യോഗം ചേരും. അതിനുശേഷമാണ് റിപ്പോർട്ട് വനം മന്ത്രിക്ക് സമർപ്പിക്കുക. ഇപ്പോൾ എന്നോടൊപ്പം മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാണ് ചേരുന്നത്. അത്യന്തം ദുഃഖകരമായ സംഭവമാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? എവിടെയൊക്കെയാണ് പാളിപ്പോയത്? ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ചെയർമാനായിരിക്കും പറയുന്നത്. ട്രസ്റ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് ബോർഡ് ചെയർമാനും അംഗങ്ങളുണ്ട്. കൂടാതെ ഈ ഉത്സവം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റീനെ നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഉത്സവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ദൃക്സാക്ഷിയായിട്ട് ഞാനുണ്ടായിരുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ചെയർമാനാണ് പറയാൻ കഴിയാമെന്ന് തോന്നുന്നു. ചെയർമാനോട് ചോദിക്കാം. ഈ പടക്കം പൊട്ടിച്ചത്, അതായത് വരവ് പുറത്തുനിന്നും അടുത്ത് വരവുകൾ വരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് പടക്കം പൊട്ടിച്ചത്. പടക്കം പൊട്ടിയപ്പോൾ ആന വരണ്ടു എന്നാണ് ദൃക്സാക്ഷികളെല്ലാം നമ്മളോട് പറഞ്ഞത്. ഇവിടെ നിന്ന് ഏകദേശം എത്ര ദൂരമായിട്ടാണ് ഇങ്ങനെ പടക്കം പൊട്ടിച്ചത്? ആക്ച്വലി ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞിട്ടാണ് ഒരു വയലുണ്ട്, അവിടെ വെച്ചിട്ടായിരിക്കണം പൊട്ടിയിട്ടുണ്ടാവുക. അത് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരവുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കുറവങ്ങാട് അമ്പലത്തിലേക്ക് ഒരു വരവ് പോകും. അവിടെ തിരിച്ച് എഴുന്നള്ളത്തായിട്ടാണ് ഇവിടെ വരിക ആഘോഷമായിട്ട്. അപ്പോൾ അതിനുള്ള തിടമ്പേറ്റിയ സമയത്ത് രണ്ട് ഗോകുലിൻ്റെയും അതേപോലെ തന്നെ പീതാംബരൻ്റെയും തിടമ്പേറ്റി കുറച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കലും ഞങ്ങളൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്. ദൃക്സാക്ഷികൾ ഞങ്ങളെ എല്ലാവരും ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇതിൻ്റെ ദൃക്സാക്ഷികളാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ഫർലോങ് അങ്ങോട്ട് മാറിയ സമയത്താണ് ഈ ആന മറ്റു ആന കടന്നു വരുന്ന സമയത്ത് ശരിയായി തട്ടിയോ എന്തോ അറിയില്ല, ഈ ആന ഈ ഗോകുൽ ആനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്രമണം സംഭവിച്ച സമയത്ത് തന്നെ ഈ ആന ഈ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ചെരിയുകയും ചെയ്തു. അതിൽ സംഭവിച്ച ഇഞ്ചുറിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പടകോ അല്ലെങ്കിൽ എക്സ്പ്ലോസീവോ ആയുള്ള ഒരു സംഗതി ഇവിടെ പൊട്ടിയിട്ടില്ല. പിന്നെ അവർ പൊട്ടിച്ചിരിക്കുന്നത് ഓലപ്പടകങ്ങളാണ്. അതായത് പടക്കം പൊട്ടിച്ചിട്ടില്ലാത്തത് ഇവിടെ ക്ഷേത്ര മുറ്റത്ത് എവിടെയും പടക്കം പൊട്ടിച്ചിട്ടില്ല. പക്ഷേ തൊട്ടപ്പുറം ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ പുറകിൽ കുളം, അതിനപ്പുറത്ത് ആ മതിലിന്റെ അവിടെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഫോറസ്റ്റ് അവിടെ പരിശോധിച്ചു. അതെ, 100 മീറ്റർ ഇവിടെ പറഞ്ഞു കെട്ടിടം 100 മീറ്റർ അകലം ഒരു പരിസരത്ത് തന്നെയാണുള്ളത്. മണക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് അവിടെയുള്ള ആളുകൾ പറയുന്നത് പീതാംബരൻ എന്തിന് പ്രകോപിതനായി ഈ ഗോകുൽ എന്ന് പറഞ്ഞ ആനയെ കുത്തി, അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളതാണ്.